എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. ഞാൻ ഇന്നിവിടെ വീഡിയോ ചെയ്യുന്നത് എന്താ അറിയാമോ? നമ്മളിപ്പോ പുതുതായിട്ട് ക്ലാസ്സുകളൊക്കെ തുടങ്ങിയതിനെ കുറിച്ച് ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് പിന്നെ സ്റ്റുഡൻസിന് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡിഗ്രി സ്റ്റുഡൻസ്, BCA, BTech, MCA, പിന്നെ MSc IT അങ്ങനെയുള്ള എല്ലാ ക്ലാസ്സിനും ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിംഗ് ക്ലാസ് മാത്രമാണ് ചെയ്യുന്നത്, തിയറി പേപ്പേഴ്സ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. അതായത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാരെ ഞാൻ ഇതിൽ തന്നിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ തക്ക രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് മാത്രമല്ല, അതുപോലെ ഇപ്പം കോഴ്സൊക്കെ കഴിഞ്ഞ് വെറുതെ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും അല്ലെ, ജോലിയൊന്നും ആവാതെ വെറുതെ നിൽക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വീട്ടമ്മമാരുണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ അവർക്ക് റീസ്റ്റാർട്ട് ചെയ്യണം, കോഴ്സ് ഒന്ന് റിവൈസ് ചെയ്തിട്ടൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്ക്, പ്രോഗ്രാമിംഗ് പഠിക്കണം എന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ക്ലാസ് ചെയ്യുന്നുണ്ട്. അവരുടെ ടൈം അനുസരിച്ചിട്ട് തന്നെ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ക്ലാസ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരുടെ ടൈമിനനുസരിച്ച് നമ്മൾ ക്ലാസ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ പ്രോഗ്രാമിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്തു പോകാം. ഓക്കെ, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ റെക്കോർഡഡ് ക്ലാസ് അല്ല ചെയ്യുന്നത്. പിന്നെ ഓൺലൈൻ ആയാലും ഒന്നുകിൽ ലൈവ് ക്ലാസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്താണ് ഞാൻ ഇവിടെ ഇപ്പോൾ എടുക്കുന്നത്. അപ്പൊ അതല്ല ദൂരത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺലൈനിൽ തന്നെ ലൈവ് ക്ലാസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ കേട്ട് പഠിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത്, ബെറ്റർ ആയിട്ട് തോന്നുന്നത് എപ്പോഴും നമ്മൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അല്ലെ. അത് നിങ്ങൾക്ക് പലർക്കും അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ റെക്കോർഡ് ക്ലാസ് മോശമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എപ്പോഴും നമുക്ക് അതിനേക്കാളും ബെറ്റർ എപ്പോഴും ലൈവ് ക്ലാസ് ആണ്. കാരണം അപ്പോഴും തന്നെ നമുക്ക് അതിന്റെ കറക്ഷൻസ് ചോദിക്കാനും, ഡൗട്ട്സ് ചോദിക്കാനും, കറക്ഷൻസ് ചെയ്തു പോകാനും നമുക്കവിടെ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലൈവായിട്ട് തന്നെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.